കൊച്ചിയിൽ ഒരു വിദ്യാർത്ഥിക്ക് കൂടി മസ്തിഷ്ക ജ്വരം. വാഴക്കാലയിലെ 5 വയസ്സ് പ്രായമുള്ള സ്കൂൾ വിദ്യാർത്ഥിക്കാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, നേരത്തെ തന്നെ നിരവധി കുട്ടികൾക്ക് ഇത്തരത്തിലൊരു നടപടി, ഇത്തരത്തിൽ മസ്തിഷ്ക ജ്വരം കണ്ടതിനെ തുടർന്ന് സ്കൂൾ പൂട്ടുന്നതിലേക്കൊക്കെ പോയിരുന്നു. ഇപ്പോഴെന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആശങ്കാജനകമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ വിദ്യാർത്ഥികളിലോ സ്കൂളുകളിലെ ഏതെങ്കിലും വിദ്യാർത്ഥികളിൽ കണ്ടാൽ സ്കൂൾ അധികൃതരും കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃക്കാക്കര മേഖലയിൽ. കാരണം തൃക്കാക്കരയിലാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. തൃക്കാക്കര നഗരസഭയിൽ ഉൾപ്പെട്ട വാഴക്കാലയിലുള്ള വിദ്യാർത്ഥിയാണ്. 5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. കുട്ടി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യ വിഭാഗം ഈ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സ്കൂളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. വെള്ളത്തിന്റെ സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃക്കാക്കര മേഖലയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നഗരസഭ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ കുട്ടികളിൽ ആരെങ്കിലും കണ്ടാൽ ഉടനെ നഗരസഭയെ അറിയിക്കണമെന്ന് നിർദ്ദേശവുമായി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലാണ് 2 കുട്ടികൾക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നത്. കളമശ്ശേരി സെന്റ് പോൾസ് സ്കൂളിലെ 2 കുട്ടികൾക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. അതിൽ തന്നെ മറ്റൊരു 3 കുട്ടികൾ ഇത്തരത്തിലുള്ള മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്കിൽ കൂടി കരുതൽ വേണം എന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ തൃക്കാക്കര നഗരസഭയിൽ ഉൾപ്പെട്ട ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ മേഖലയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും കരുതൽ പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ സെന്റ് പോൾസ് സ്കൂൾ നിലവിൽ അടച്ചിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കാണ് അടയ്ക്കാനായി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നത്. ശരി തിയോഫിൻ.